നമസ്കാരം, എന്റെ പേര് സുമിത. എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു മാംഗോ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു കുടിക്കാനും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിശപ്പ് മാറ്റാനും പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് 50 ഗ്രാമോളം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചവ്വരി ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പൊ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാൻ ഇപ്പൊ വാഷ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ചവ്വരി ഒന്ന് മുങ്ങിക്കിടക്കാൻ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് കുതിർത്ത് വെക്കണം. കുതിർത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിൽ കുതിർക്കുന്നത്. അപ്പൊ ഇത് ഒരു 20 മിനിറ്റ് കഴിയട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ടീസ്പൂൺ അളവില് കസ്കസ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു 1/4 കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ കസ്കസ് ഒന്ന് കുതിർന്ന് കിട്ടണം. ആ ഒരു രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുതിർത്തെടുക്കാം. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്പൂൺ വെച്ചിട്ട്. അപ്പൊ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇത് നല്ല പോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പൊ ഇതാ നമ്മള് ചവ്വരി കുതിർക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ വെള്ളമൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചവ്വരി നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടെന്ന്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കപ്പ് വെള്ളം അടുപ്പത്തൊന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. വെള്ളം നല്ല പോലെ ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്നത് വരയ്ക്കും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലെ വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പയിലൂടെ, ഞാൻ ഇപ്പൊ കാണിക്കുന്ന പോലെ അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. അതിനുശേഷം ആ പാത്രത്തിലുള്ള നമ്മളെ ചൂടുവെള്ളം ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരിയുടെ ഉള്ളിലേക്ക് നമുക്ക് തണുത്ത വെള്ളം നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ചവ്വരി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാങ്ങയുടെ ഒരു മിക്സ്, അതായത് മാങ്ങ കുറച്ച് അരച്ചിട്ട് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നല്ല മധുരമുള്ള മാങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാല് ഈ മാങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം കൂടി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു ഏലക്കായും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ അരച്ചു കൊണ്ടുവരാം. അപ്പൊ ഇതാ ഞാൻ മാങ്ങ നല്ല പോലെ അടിച്ചു കൊണ്ടുവന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കാട്ടോ. അതേപോലെ തന്നെ നാരുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഏതാണ് നിങ്ങളുടെ സൗകര്യം അതേപോലെ ചെയ്യാട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന മധുരത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. മാങ്ങയുടെ മധുരം കൂടി നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാങ്ങയുടെ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, അത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതും മൊത്തത്തിൽ ഞാനിങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ബദാമും അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ടാണ് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മാങ്ങയുടെ സീസൺ ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. അതേപോലെ നല്ല ടേസ്റ്റി ആണ്. അതേപോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ സ്ട്രോബെറി ജെല്ലിയും അതേപോലെ തന്നെ നമ്മുടെ ചൗരിയും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു നട്ട്സും അതേപോലെ നമ്മുടെ ചൗരിയൊക്കെ കടിക്കാൻ കിട്ടും. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.